പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് 8060 ആക്ട് പ്രകാരമുള്ള സൊസൈറ്റി? ഈ സൊസൈറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടാൻ കഴിയുക? എങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ നടക്കുന്നത്? ഇതിൽ നിയമപരമായ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉള്ളത്? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1860 സൊസൈറ്റി ആക്ട് നമുക്കറിയാം, ഇത് 2025 1860 ഈ സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള സന്നദ്ധ സംഘടനകൾ, ക്ലബുകൾ, അതുപോലുള്ള കൂട്ടായ്മകൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇത്തരത്തിലൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഒരു നിയമത്തിന്റെ പരിരക്ഷയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. അത് ഒരുപാട് അമെൻമെന്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ 2025 എത്തി നിൽക്കുകയാണ്. എങ്കിലും അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർക്ക് അവർക്ക് ഒരു നിയമപരമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. 8060 ആക്ട് പ്രകാരമുള്ള സൊസൈറ്റികൾ പൊതുവെ ചാരിറ്റബിൾ അസോസിയേഷനുകളായിരിക്കും, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യാപാര സ്ഥാപനം നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയല്ല 8060 ആക്ട് പ്രകാരമുള്ള സൊസൈറ്റികൾ. ഈ സൊസൈറ്റിയിലെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുമുള്ള ജില്ലാ രജിസ്ട്രാർ, ഡിസ്ട്രിക്ട് രജിസ്ട്രാറുകൾ ഉണ്ടായിരിക്കും. ആ അത്തരത്തിലുള്ള ജില്ലാ രജിസ്ട്രാറുടെ കീഴിൽ ഒരു 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ മിനിമം 7 പേർ ഉൾക്കൊള്ളുന്ന ഒരു ഭരണസമിതി ഉണ്ടാക്കി 50 രൂപ ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് വളരെ ലളിതമായി രജിസ്റ്റർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ഈ 8060 ആക്ട് സൊസൈറ്റി. അപ്പൊ വളരെ ലളിതമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നിയമപരമായ കാര്യങ്ങളിൽ മാത്രമേ ഈ സ്ഥാപനങ്ങൾക്ക് ഇടപെടാനും കഴിയൂ. അതായത് ഒരു നാട്ടിലുള്ള കൾച്ചറൽ ഫോറംസ്, അവിടെ ആർട്സ്, സ്പോർട്സ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, രക്തദാനം, അതുപോലെ ഓർഗൻ ഡൊണേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളുടെ ഇടയിൽ ഒരു കൂട്ടായ്മ വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. എന്നാൽ പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും നിയമപരമല്ലാത്ത പല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്തി അത് രജിസ്ട്രാറുടെ കീഴിൽ ഒരു കേസുകളൊക്കെ ഫയൽ ചെയ്യുകയൊക്കെ ചെയ്താൽ ഇതിന്റെ രജിസ്ട്രേഷൻ അപ്പോൾ തന്നെ ക്യാൻസൽ ആയി പോകുന്നതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, മിനിമം ഇതിൽ 7 പേരാണ് ഉണ്ടാവേണ്ടത്. മാക്സിമം ഒരു സ്റ്റാൻഡേർഡ് സൊസൈറ്റി ആണെങ്കിൽ 21 മെമ്പർമാരാണ് ഉണ്ടാവുക. പക്ഷെ ഇതിലെ മെമ്പർമാരുടെ എണ്ണം എത്രയാവണം എന്ന് യാതൊരു നിയമപരമായ ലിമിറ്റേഷനും വെച്ചിട്ടില്ല. എങ്കിലും ഓരോ വർഷവും അതിന്റെ ബൈലോ പുതുക്കേണ്ടതുണ്ട്. ഓരോ വർഷം അവസാനിക്കുന്ന സമയത്ത്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ അതിന്റെ കാലാവധി 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ബൈലോ വീണ്ടും പുതുക്കി ഇതേപോലെ തന്നെ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വീണ്ടും ബൈലോ തയ്യാറാക്കി, ബൈലോയിൽ നിന്ന് നമ്മളൊന്നും വ്യതിചലിച്ചിട്ടില്ല, നിയമപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബൈലോയിൽ മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും രജിസ്ട്രാർക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന പല സൊസൈറ്റികളും ഈ പറഞ്ഞിരിക്കുന്ന 21 ആൾക്കാരിൽ നിന്നൊക്കെ മാറി ആയിരക്കണക്കിന് ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരെയൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്രയും ആൾക്കാരുടെ ബൈലോ ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യമില്ലാത്ത കാര്യം ആണ്. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ചെയ്യുന്നതിന് എന്തോ ഒരു തട്ടിപ്പുണ്ട്. ഈ 21 പേരിലധികം വരുന്ന സമയത്ത് ഈ സംഘടന മറ്റെന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് രജിസ്ട്രാർക്ക് മനസ്സിലാവുകയും അത്തരത്തിലുള്ള സംഘടനകൾ രജിസ്റ്റർ ചെയ്തു കൊടുക്കുകയുമില്ല. അതുപോലെ ഈ സൊസൈറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യാതൊരു തരത്തിലുള്ള ബിസിനസ് ഇടപാടുകളും ഈ സ്ഥാപനം നടത്താൻ വേണ്ടി പാടില്ല. അതായത് ഇവർക്ക് ഇവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പാൻ കാർഡ് ഉണ്ടാക്കിയും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്യാം. പക്ഷേ വ്യാപാരമായ ഇടപാടുകളോ അതുപോലെ വ്യാപാരം നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ കേസുകളിൽ ഫയൽ ചെയ്യുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ കഴിയില്ല. ഇത് മറ്റൊന്ന്, ഇവർക്ക് പണപ്പിരിവ് സാധ്യമാണോ എന്നുള്ളതാണ്. ഇവർക്ക് ഡൊണേഷൻസ് സ്വീകരിക്കാം. ഈ സൊസൈറ്റികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്, സംഭാവനകളാണ്. ഈ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട്
ഈ സംഭാവനകൾ സ്വരൂപിച്ചവർക്ക് ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്ന കൾച്ചറൽ ആക്ടിവിറ്റിയും അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ നടത്താൻ കഴിയും. പക്ഷെ അത്തരത്തിലുള്ള അത് സംഭാവനകളായിരിക്കണം, ഡൊണേഷൻ ആയിരിക്കണം. അല്ലാതെ ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാനുള്ള യാതൊരു നിയമപരമായ സാധ്യതയും ഈ സൊസൈറ്റികൾക്കില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകള് ഒരു കമ്പനിയിലേക്കോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കോ ഒന്നും പോവാത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമപരമായ നടപടിക്രമങ്ങളും നിയമപരമായ കുരുക്കുകളും അവിടെയുണ്ട്. അപ്പൊ ആ കുരുക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാരെങ്കിലും ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തെടുക്കുന്നത്. അപ്പൊ പല ആൾക്കാർക്ക് ഇത് ആരാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ രജിസ്ട്രാർക്ക് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇതിലെ ഏതെങ്കിലും മെമ്പർ ഒരു ഗിൽറ്റി പേഴ്സൺ ആണ്, നിയമപരമായ തെറ്റുകൾ നടത്തിയ നിയമപരമായ നടപടികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലായാൽ ആ സൊസൈറ്റിയുടെ അംഗത്വം അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്.